ഹായ് ഫ്രണ്ട്സ്. കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് ലീഡ്സിനെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യും, അത് ഏത് ടൂൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ഒരു ആൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു സാറാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സൂം മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. കുട്ടികൾക്കായിട്ട് സൂം മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്നാൽ പല പ്രശ്നങ്ങളുണ്ട്, പല പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടും പല കാര്യങ്ങളും പല തിരക്കുകളുണ്ട് അദ്ദേഹത്തിന് റെഗുലർ ആയിട്ട് ഈ മീറ്റിംഗ്സ് കൊടുക്കാൻ പറ്റാറില്ല. അപ്പൊ ഈ മീറ്റിംഗ്സ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, സൂം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് അതിന് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം വെബിനാർ ജാം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് വെബിനാർ ജാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. വെബിനാർ ജാം എന്ന് പറഞ്ഞ സെർച്ച് ചെയ്യാൻ ഇവിടെ ഫസ്റ്റ് കാണാം, ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് ലോഡ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്, ഇങ്ങനെ ഒരു സ്ക്രീനാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇത് ശരിക്കും ഒരു രണ്ട് പ്ലാറ്റ്ഫോമിന്റെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. വെബിനാർ ജാം എന്ന് പറയുന്നത് ശരിക്കും വെബിനാർ ജാമും എവർ വെബിനാറും ഉണ്ട്. വെബിനാർ ജാമിൽ നമുക്ക് ലൈവായിട്ട്, അത് നമ്മൾ സൂം കൊടുക്കുന്ന പോലെ തന്നെ ലൈവായിട്ട് നമുക്ക് വെബിനാർസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. സൂം എന്ന് പറയുന്നത് ശരിക്കും ഒരു മീറ്റിംഗ് പ്ലാറ്റ്ഫോം, അതൊരു വെബിനാർ പ്ലാറ്റ്ഫോം അല്ല. അത് ശരിക്കും നമുക്ക് മീറ്റിങ്ങുകൾ നടത്താനുള്ള ഒരു മീറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. എന്നാൽ നമുക്ക് ഒരുപാട് പേര് അറ്റ് എ ടൈം ഒരുപാട് പേർക്ക് നമുക്ക് മീറ്റിംഗ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെബിനാർ ജാം എന്നുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂം അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോംസ് പോലെ ഇതിന് മന്ത്ലി പ്ലാൻ ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതിന് ഇയർലി പ്ലാൻ മാത്രമാണ് വരുന്നത്. ഒരു വർഷത്തെ പ്ലാൻ, അതായത് ഒരു വർഷത്തേക്ക് ഇപ്പൊ ഏകദേശം 80,000 രൂപേന്റെ അടുത്താണ് ഇതിന് എമൗണ്ട് വരുന്നത്. അത് സിംഗിൾ പേയ്മെന്റ് ആണ് വരുന്നത്, അല്ലാതെ മന്ത്ലി പേയ്മെന്റ് ഇതിനില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ട്രയൽ പീരീഡ് അവൈലബിൾ ആണ്. $1, അതായത് ഏകദേശം 79-80 റുപ്പി കൊടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യൻ മണി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ 14 ദിവസത്തെ ട്രയൽ പീരീഡ് കിട്ടും. ഈ ട്രയൽ പീരീഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ട്രയൽ പീരീഡ് വെബിനാർ ചാർട്ടിന്റെയും എവർ വെബിനാറിന്റെയും എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അതിൽ കിട്ടുകയും നിങ്ങൾക്ക് കൃത്യമായിട്ട് വെബിനാർ റൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ, അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഞാനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള ഓട്ടോമേഷൻ ടൂൾസ് യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ അതൊരു പ്രോഫിറ്റബിൾ കാര്യമാക്കി മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാവൂ. അതിപ്പം വെബിനാർ ജാം ആയാലും പാബ്ലി ആയാലും വാട്ടി ആയാലും ഏത് ഓട്ടോമേഷൻ ടൂൾ നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണം. ഒരിക്കലും അത് നിങ്ങൾക്ക് ഒരു എക്സ്പെൻസ് ആയിട്ട് മാറരുത്. അങ്ങനെ എക്സ്പെൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വലിയ രീതിയിലുള്ള നഷ്ടമായിട്ട് മാറും. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ വെബിനാർ ജാമിന്റെ ഒരു കേസിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു വർഷത്തെ 80,000 രൂപയാണ് വരുന്നത്, 80,000 രൂപേന്റെ അടുത്ത് വരുന്നുണ്ട് അതിന്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ട്രയൽ പീരീഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെബിനാർസ് എടുത്ത് നോക്കാം. കാരണം ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ വേറൊരു റീസൺ കൂടി ഉണ്ട്. വെബിനാർ ജാം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വെബിനാർസ് കോൺഫിഗർ ചെയ്യാൻ അതിൽ പറ്റും. അതൊരു ശരിക്കും ഒരു ടെക്നിക്കൽ പേഴ്സന്റെ സഹായം പോലും നിങ്ങൾക്ക് വേണമെന്നില്ല. ശരിക്കും അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഇന്റർഫേസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വെബിനാർ ജാം എന്ന് പറയുന്നത്. അത് ഓട്ടോമേറ്റ് ചെയ്യുന്ന സമയത്ത്, എവർ വെബിനാറിലേക്ക് പോകുന്ന സമയത്തും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വെബിനാർ ജാം സാർ, ഞാൻ വെബിനാർ ജാം അല്ലെങ്കിൽ പ്രസാദ് ഞാൻ വെബിനാർ ജാം ഇപ്പൊ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് പറയുന്ന കാര്യം, നിങ്ങൾ ആദ്യം സൂം എടുക്കുക. സൂമിൽ നിങ്ങൾ വെബിനാർസ് കണ്ടക്ട് ചെയ്ത് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട്, അതായത് കാണുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ കാണുന്ന ഒരു വെബിനാർ ഓട്ടോമേറ്റ് ആണ് എന്ന് തോന്നാത്ത വിധത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ കിട്ടും. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വെബിനാർ ജാം എടുക്കുകയും അതിലൊരു വെബിനാർ കണ്ടക്ട് ചെയ്യും. അത് എന്നിട്ട് നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരിക്കലും ആദ്യം തന്നെ ചാടി കയറി വെബിനാർ ജാം എടുക്കരുത് എന്ന് ഞാൻ പ്രത്യേകം എന്റെ കസ്റ്റമേഴ്സിനോടും എന്റെ എല്ലാ വ്യൂവേഴ്സിനോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കിയാൽ തന്നെ കാണും. ഞാൻ ചുമ്മാ നിങ്ങളെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല.
ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും സ്ട്രീം ചെയ്യാൻ പറ്റും, ലാൻഡിംഗ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സൂമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ രജിസ്ട്രേഷൻ എടുത്ത് അവർക്ക് പിന്നെ നമ്മൾ സ്പാബി പോലുള്ള സാധനങ്ങൾ കണക്ട് ചെയ്ത് ഈ ഒരു വെബിനാറിന്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഈ ഒരു വെബിനാർ ചാമ്പിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലാൻഡിംഗ് പേജസ് ക്രിയേറ്റ് ചെയ്യാം. അവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലാൻഡിംഗ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് വീഡിയോസ് കൊടുക്കാം, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് വെബിനാർ എടുക്കുന്നത്, ആരാണ് വെബിനാർ എടുക്കുന്നത്, ഏത് സമയത്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒത്തിരി ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ഫോളോ അപ്പ് സിസ്റ്റം, നിങ്ങൾക്ക് ഓഫേഴ്സ് കൊടുക്കാൻ പറ്റും, വിത്ത് ബട്ടൺ, പാനിക് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് സൗണ്ട് കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതൊന്ന് റീബൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ റീബൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളും ഈ പങ്കെടുക്കുന്ന എല്ലാവരും ഓട്ടോമാറ്റിക്കലി മറ്റൊരു റൂമിലേക്ക് വരും. എവിടെയാണോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങളുടെ പാനിക് ബട്ടൺ, കോൾ സർവീസ് നടത്താനുള്ള കാര്യങ്ങൾ, പ്രസന്റേഷൻസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. പിന്നെ അങ്ങനെയുള്ള കാര്യം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫയൽസ് ഷെയർ ചെയ്യാൻ പറ്റും, വൈറ്റ് ബോർഡ്, വീഡിയോസ്, നിങ്ങൾക്ക് ഈ മീറ്റിംഗ് നടത്തുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോസ് കാണിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇത് വായിച്ച് നോക്കാവുന്നതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ മുകളിലായിട്ട് നിങ്ങൾ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ജസ്റ്റ് ട്രയൽ പീരീഡ് യൂസ് ചെയ്ത് നോക്കാം. 14 ദിവസത്തെ ട്രയൽ പീരീഡ് യൂസ് ചെയ്ത് നോക്കാം. യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഓക്കെ ആണ്, ഓക്കെ എനിക്ക് കംഫർട്ട് ആണ്, എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും, എനിക്ക് കംഫർട്ട് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം 1 ഇയറിലേക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെബിനാർ ജാം, എവർ വെബിനാർ, ഇങ്ങനെ 2 പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് ഇതിൽ ഒന്നിച്ച് കിട്ടുന്നത്. ഇതിൽ വെബിനാർ ജാം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലൈവായിട്ട് വെബിനാർസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഈ ആഡ് വെബിനാർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വെബിനാർസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കൊടുത്ത സാധനം നിങ്ങൾക്ക് നേരെ എവർ വെബിനാറിലേക്ക് നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആഡ് വെബിനാർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ലൈവായിട്ട് വെബിനാർ ജാം കൊടുത്തൊരു ഒരു വെബിനാറിന്റെ വീഡിയോ നിങ്ങൾക്ക് നേരെ ഇതിലേക്ക് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് ഏത് സമയം ഏത് ഡേറ്റിലാണ് ആ ഒരു വെബിനാർ അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റേണ്ടത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റേണ്ടതെന്ന് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ലിങ്കും നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങളെ കസ്റ്റമേഴ്സിന്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു ട്രാഫിക് ക്യാമ്പയിൻ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ട്രാഫിക് ക്യാമ്പയിനിൽ ലിങ്ക് കൊടുക്കുന്ന വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കുന്ന പാർട്ടിൽ നിങ്ങൾക്ക് ഇത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവരോട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. മാത്രമല്ല ഇതിന്റെ അനലറ്റിക്സ് എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട്. ഈ അനലറ്റിക്സിൽ എത്ര പേര് നിങ്ങളെ വെബിനാറിലേക്ക് അറ്റൻഡ് ചെയ്തു, എത്ര പേര് നിങ്ങളെ വെബിനാറിൽ രജിസ്റ്റർ ചെയ്തു, അല്ലെങ്കിൽ എത്ര പേര് ലാൻഡിംഗ് പേജ് കണ്ടു, എത്ര പേര് രജിസ്റ്റർ ചെയ്തു, എത്ര പേര് കണ്ടു, എത്ര സമയം ആവറേജ് എത്ര ആൾക്കാർ എത്ര സമയം കണ്ടു, നിങ്ങളുടെ അനലറ്റിക്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങളെ വെബിനാറും അതിന്റെ ഏത് സെഷൻ ആണ് ഏത് ഇവന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് അനലറ്റിക്സ് അവിടെ കിട്ടും. മാത്രമല്ല ഇവിടെ രജിസ്ട്രൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വെബിനാറിൽ രജിസ്റ്റർ ചെയ്തവരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇപ്പൊ സൂമിൽ നിങ്ങൾ പറയുന്നുണ്ടാവും, സൂമിൽ കിട്ടുന്നുണ്ടല്ലോ, സൂമിൽ അവരുടെ പേരും കോൺടാക്ട് നമ്പർ ഇമെയിൽ ID മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഡാറ്റ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതായത് ബേസിക് ഡാറ്റ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ വെബിനാർ ജാം അല്ലെങ്കിൽ എവർ വെബിനാറിൽ നിങ്ങൾ രജിസ്റ്ററിങ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ അവരുടെ പേര്, കോൺടാക്ട് നമ്പർ, ഇമെയിൽ ID, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളണം, പേര്, കോൺടാക്ട് നമ്പർ, ഇമെയിൽ ID, അവരെപ്പം നിങ്ങളെ വെബിനാറിൽ കയറി, ഏത് സമയത്ത് വെബിനാറിൽ കയറി, പിന്നെ എത്ര സമയം വെബിനാറിൽ ഇരുന്നു, എപ്പ അവരിറങ്ങിപ്പോയി, എത്രാമത്തെ മിനിറ്റിൽ ഇറങ്ങിപ്പോയി, അവരെന്തെങ്കിലും പർച്ചേസ് ചെയ്തോ, അവരെന്തെങ്കിലും ആക്ഷൻ എടുത്തോ, അവർ IP അഡ്രസ്, എങ്ങനെ IP അഡ്രസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അപ്പൊ അത്രയും ഡാറ്റ നിങ്ങളെ കൈ കിട്ടുന്നുണ്ട്. ഈ ഡാറ്റ ഉപയോഗിച്ചത് നിങ്ങൾ ഫോളോ അപ്പിന് യൂസ് ചെയ്യാം, റീമാർക്കറ്റിംഗിന് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അത് വെബിനാർസ് കണ്ടക്ട് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടൂളാണ് വെബിനാർ ജാം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ നിങ്ങളൊരു വെബിനാർ എടുക്കുന്ന ആളാണെങ്കിൽ, സ്ഥിരമായിട്ട് വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ് വെബിനാർ ജാം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇത് കോൺഫിഗർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ്, ഞാൻ വീണ്ടും പറയുന്നു, എന്തെങ്കിലും ഡൗട്ട്സ്
എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റെക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത മെയിൽ ഐ ഡിയിൽ നിങ്ങളെ ഇഷ്യൂ എന്താണെന്നുള്ളത് വിത്ത് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം ഇവിടുന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെടുത്തിയാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.